ഹായ് ഫ്രണ്ട്സ്, ഇതുപോലെ മണ്ണൊക്കെ മിക്സ് ചെയ്ത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാലോ എന്തോ അടുത്ത ഒരു കൃഷിക്കുള്ള ഒരുക്കങ്ങളാണെന്ന്. അത് തന്നെ നമ്മൾ കുറച്ച് തൈകളും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. ക്യാബേജ്, അതേപോലെ മുളക്, കേൽച്ചീര, അങ്ങനെ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വാങ്ങിയ ഐറ്റത്തിൻ്റെയൊക്കെ. അപ്പോൾ അത് നമുക്ക് അടുത്ത ട്രിപ്പ് അതാണ് നമ്മൾ കൃഷി ചെയ്യാൻ പോണത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് നമ്മുടെ മണ്ണൊരുക്കങ്ങളൊക്കെ നടത്തി എല്ലാം ചട്ടിയിലും ഗ്രോ ബാഗിലും ഒക്കെയാണ് ഈ പ്രാവശ്യം നമ്മൾ ചെയ്യാൻ പോണത്. ഗ്രോ ബാഗ് നമ്മുടെ ബ്ലാക്ക് കളർ ഗ്രോ ബാഗ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ക്യാബേജൊക്കെ നമുക്കൊരു വൺ ടൈം ഒരു 3 months കൊണ്ടൊക്കെ വിളവെടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഗ്രോ ബാഗ് ഉപയോഗിക്കുന്നത്. ബ്ലാക്ക് കളർ ഗ്രോ ബാഗാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ മണ്ണ് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അടുത്ത കൃഷി തുടങ്ങാമാണ്. ഫസ്റ്റ് ഞാൻ ചെയ്തത് കോളിഫ്ലവർ മാത്രമാണ് ആദ്യം ചെയ്തത്. ഇപ്പോൾ നമുക്ക് ക്യാബേജിൻ്റെ തൈ കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ക്യാബേജും മുളകും ഇന്ന് കേൽച്ചീര, അങ്ങനെ 3 ഐറ്റമാണ് ഇന്നത്തെ കൃഷി ചെയ്യണത്. അപ്പോൾ ഞാൻ ഗ്രോ ബാഗ് നിറച്ചിട്ടുണ്ട്. ഞാൻ ഒരു അര ഭാഗം വെച്ചാണ് ഗ്രോ ബാഗിൽ നിറച്ചിട്ടുള്ളത്. കാരണം ക്യാബേജ് മുളച്ച് വരുമ്പോൾ തന്നെ അതിൻ്റെ മീതിയാണ് മണ്ണ് ഇട്ട് കൂന കൂട്ടി കൊടുക്കേണ്ടത്. എങ്കിലാണ് അതിങ്ങനെ ഉണ്ടച്ച് വേഗം വരുള്ളൂ. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ക്യാബേജിൻ്റെ ഗ്രോ ബാഗിൽ മാത്രം ഒരു പകുതി ഭാഗമാണ് മണ്ണ് നിറച്ചിട്ടുള്ളത്. ബാക്കി എല്ലാത്തിലും ആവശ്യത്തിന് മണ്ണ് നിറച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വേഗം ക്യാബേജ് ഫസ്റ്റ് വൺ വേഗം. അപ്പോൾ ഇതേ നമ്മുടെ ക്യാബേജിൻ്റെ തൈകളാട്ടോ ഇത്. ക്യാബേജ്, അതേപോലെ മുളക് ഗ്രീനും യെല്ലോയും, അല്ല റെഡും യെല്ലോയും 2 ടൈപ്പ് മുളകുണ്ട്. അതേപോലെ നമ്മുടെ കേൽച്ചീര, അങ്ങനെ 3 ഐറ്റമാണ് നമുക്കിന്ന് കൃഷി ചെയ്യണത്. അപ്പോൾ നമുക്ക് വേഗം ക്യാബേജ് ഫസ്റ്റ് നടാം കേട്ടോ. ഞാൻ പകുതി മാത്രം മണ്ണ് എടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചേച്ച് മണ്ണ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് ക്യാബേജ് ഓരോന്നായിട്ട് നടാം. ഓക്കെ, നമ്മുടെ ക്യാബേജ് ഒരു 6 ഗ്രോ ബാഗിൽ നട്ട് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് മുളകാണ് നടുന്നത്. മുളകിന് 4 തൈയാണുള്ളത്. അത് നമുക്ക് വേഗം നടാം. അടുത്തത് നമ്മുടെ മുളകാട്ടോ നടുന്നത്. അതിൽ കുറച്ച് മണ്ണ് കുറവാന്ന് തോന്നിയതുകൊണ്ട് ഞാൻ അതിൽ കുറച്ചും കൂടി മണ്ണ് ആഡ് ചെയ്യാം കേട്ടോ. നമ്മുടെ കേൽച്ചീരയൊക്കെ നടാൻ വേണ്ടിയിട്ടാണ് മണ്ണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കേൽച്ചീര ആട്ടോ അടുത്ത് നടാൻ പോകുന്നത്. അത് ഞാൻ ഒരു ഗ്രോ ബാഗിൽ 2 എണ്ണം വെച്ചായിട്ടാണ് നടന്നത്. അതങ്ങനെ നടാമെന്നാണ് നമ്മൾ ആ വാങ്ങിച്ച സ്ഥലത്ത് ആ ചേട്ടൻ പറഞ്ഞത്. നമ്മൾ ഈ തൈകളെല്ലാം വാങ്ങുന്നത് ബയോട്ട എന്ന് പറഞ്ഞ കലൂർ തന്നെ ഒരു കടയുണ്ട് കേട്ടോ, അവിടെ നിന്നാണ് വാങ്ങുന്നത്. അപ്പോൾ അതൊരു ഗ്രോ ബാഗിൽ 2 എണ്ണം നട്ടു. പിന്നെ ഞാനൊരു ഡ്രമ്മിലാട്ടോ മണ്ണ് നിറച്ച് വെച്ചേക്കുന്നത്. ആ ഡ്രമ്മിലും കൂടി ഈ കേൽച്ചീര തന്നെ അതിൽ നടാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ചീര കൃഷി ചെയ്യണത്. എങ്ങനെയാണ് എന്തായതാണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ നല്ല വൈറ്റമിൻസും ഹീമോഗ്ലോബിനൊക്കെ കിട്ടുന്ന അടിപൊളി ഒരു ചീരയെന്നാണ് എല്ലാവരും പറയണത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈം ആണെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ നടൽ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മളിനി എല്ലാത്തിനും കുറച്ച് വെള്ളമൊക്കെ ഒന്ന് തളിച്ചു കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ആദ്യം ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്കത് യഥാർത്ഥ സ്ഥലത്തേക്ക് ഒന്ന് മാറ്റി വയ്ക്കാനായിട്ട്. നമ്മുടെ മേളിൽ നമ്മൾ ഒരു വെള്ളമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ടാങ്ക് നമുക്കൊന്നുകൂടി സെറ്റാക്കാനുണ്ട്. അത് കുറച്ചും കൂടി സെറ്റായാലാണ് നമുക്ക് വെള്ളം ഒഴിക്കാനൊക്കെ കുറച്ചും കൂടി എളുപ്പമായിരിക്കുള്ളൂ. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ മുളക് കേട്ടോ. മുളക് ഞാൻ നട്ടത് ഒരു റെഡും യെല്ലോയും വരുന്ന വലിയ ഉണ്ടമുളകില്ലേ, അതാണ് നട്ടത്. ഹെബനാരോ റെഡ് യെല്ലോ, അങ്ങനെ അതാണ് അതിൻ്റെ ഇനത്തിൻ്റെ പേര്. ആ ഒരു ഇതാണ് നമ്മൾ നട്ടത്. നമ്മൾ ഉണ്ടമുളക് എന്നൊക്കെ പറഞ്ഞാലാണ് നമുക്ക് കുറച്ചും കൂടി ഫേമസ് ആയിട്ട് അറിയാൻ പറ്റുന്ന ഒരു പേരാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ആ മുളകും കൂടി നമ്മളിവിടെ നട്ടു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വയ്ക്കണം. ഇതാട്ടോ നമ്മുടെ ഫൈനലായിട്ടുള്ള എല്ലാം നട്ട് കഴിഞ്ഞിട്ടുള്ള അവസാനത്തെ ലുക്ക് ഇങ്ങനെയാട്ടോ.
അപ്പോൾ ഇതേ നമ്മുടെ മുമ്പ് നട്ട് നമ്മുടെ വഴുതനങ്ങയൊക്കെ കായ്ച്ചു തുടങ്ങി നല്ല ഭംഗിയിൽ നിൽക്കണതാണ്. അധികം വലുതൊന്നും ആയിട്ടില്ല, പക്ഷേ അതിന് മുമ്പ് നമുക്ക് കായൊക്കെ പിടിച്ചു തുടങ്ങി നല്ല വലിപ്പത്തിലുള്ള കായകളൊക്കെ ഉണ്ടായി തുടങ്ങുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കാണുമ്പോഴല്ലേ നമുക്ക് ഭയങ്കര സന്തോഷം വരുന്നത്. അതേപോലെ പിന്നെ ഞങ്ങൾ ഈ അവിടെ നട്ട എല്ലാം ഞാനും കുഞ്ഞിൻ്റെയും കൂടിയാണ് ഇതെല്ലാം കൂടിയും ഇപ്പുറത്തേക്ക് സൈഡിൽ നല്ലോണം വന്ന് അറേഞ്ച് ചെയ്ത് വെക്കണമല്ലോ. അപ്പോൾ നമ്മൾ 2 ഇഷ്ടിക വെച്ചിട്ട് അതിൽ തന്നെയാണ് കേട്ടോ അറേഞ്ച് ചെയ്ത് വെക്കണേ. ഇപ്പോൾ ഈ പച്ചക്കറിയൊക്കെ നട്ട് ഒരുവിധം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ പന്തലിട്ടത് കുറച്ചൊന്ന് താന്നു പോയിട്ടുണ്ട്. ഇനി അതും കൂടി നമുക്കൊന്ന് ശരിയാക്കി കൊടുക്കണം. അപ്പോൾ ഇത്രയുള്ളതൊക്കെ പന്തലും കൂടി നമുക്കൊന്ന് നല്ലോണം സെറ്റായി കൊടുക്കണം. അത് അടുത്ത പ്രാവശ്യം ശരിയാക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, താങ്ക് യു.